IG ട്രേഡ് എക്സലൻസ് അടുത്തറിയാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് IG ട്രേഡ് എക്സലൻസിൻ്റെ ഡയറക്ടർ മുഹമ്മദ് ഇർഷാദാണ്. അദ്ദേഹത്തെ നമുക്ക് ആദ്യം തന്നെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. ഇപ്പം നമുക്കറിയാം, ട്രേഡിംഗ് എന്നുള്ളത് വളരെ ഫെമിലിയർ ആയി കഴിഞ്ഞു. ഇപ്പോൾ ഒരു 5 years മുമ്പ് പോലും അങ്ങനെ ആയിരുന്നില്ല. ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് ഒരു കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഫാമിലിയിൽ പോലും എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരിക്കുമല്ലോ ഇതിൻ്റെ ഒരു എൻട്രി എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി ജേണി എങ്ങനെയാണ്? അല്ല, നമ്മൾ ചെറുപ്പം മുതലേ ഈ പേപ്പറിൽ വരുന്ന വാർത്തകളും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സംഭവങ്ങൾ ഇതൊക്കെ എന്താണെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അന്നും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. നാട്ടിലിത് ഫെമിലിയർ അല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആർക്കും അറിയില്ലായിരുന്നു. പുറത്ത് നമ്മൾ ഈ പേപ്പറിൽ വരുന്ന വാർത്ത കണ്ട് വേറെ ആളോട് ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഒരു 2020 ആയപ്പോഴാണ് ഫുൾ ടൈം ട്രേഡിംഗ് എന്നുള്ള ലെവലിലേക്ക് എത്തിയത്. ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് വന്നപ്പോൾ പിന്നെ 2020 കൊറോണ സമയത്ത് തന്നെ ഞാൻ ദുബായിലേക്ക് പോയി. ദുബായിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ദുബായിൽ പിന്നെ ഫുൾ ടൈം ട്രേഡിങ്ങിലേക്ക് നീങ്ങി. അവിടുന്ന് കുറേ അവിടെയുള്ള കമ്പനീസിൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ, അക്കൗണ്ട്സ് മീൻസ് ട്രേഡിങ്ങിൻ്റെ ഫണ്ട് മാനേജ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവരെ എക്സസ് ഫണ്ടുകൾ നമുക്ക് മാനേജ് ചെയ്യാൻ കിട്ടും. ആ സംഭവങ്ങളൊക്കെ കുറേ ചെയ്തു. അത്യാവശ്യം നല്ല ക്യാഷ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ചിന്ത വന്നത്, നാട്ടിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ചിന്ത. നമ്മൾ ഒരു വേ ഓഫ് ട്രേഡിങ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. എല്ലാവരും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ആ ലെവലിൽ ഞാൻ ചെയ്യുന്ന ട്രേഡിങ് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക എന്നുള്ള ലെവലിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയ എന്നാണ് നാട്ടിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ള ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ 1.5 വർഷം മുമ്പ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോർമലി കാണുന്ന ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് IG ട്രേഡ് എക്സലൻസ് കുറച്ചൊരു വ്യത്യസ്തത, എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി, വേ ഓഫ് ട്രേഡിംഗ് വ്യത്യസ്തമാണ് എന്നൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു സ്പെഷ്യാലിറ്റീസ്? അല്ല, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, നമ്മൾ വേ ഓഫ് ട്രേഡിംഗ് ആണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്ന രീതിയാണെങ്കിലും 95% ആൾക്കാർക്കും അറിയാത്ത സംഭവം, അത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സംഭവമാണ് ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുകയാണെങ്കിൽ. അതാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്, ട്രേഡിംഗ് സൈക്കോളജി. അത് പഠിച്ചാലേ ട്രേഡ് ചെയ്യാൻ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ എന്നുള്ള ലെവലിലേക്ക് വരണമെങ്കിൽ ട്രേഡിംഗ് സൈക്കോളജി പഠിക്കണം. ട്രേഡിംഗ് സൈക്കോളജി പഠിച്ച് ട്രേഡ് ചെയ്യുമ്പോഴേ ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുള്ളൂ. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാനാണ്, അതാണ് നമ്മളെ മെയിൻ മോട്ടീവ്. ഇപ്പോൾ തുടക്കം മുതൽ പറയുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ട്രേഡിംഗ് സൈക്കോളജി ആണെന്ന്. അപ്പോൾ എന്താണ് ഈ എക്സാക്റ്റ് ട്രേഡിംഗ് സൈക്കോളജി? അല്ല, നമ്മൾ ട്രേഡിംഗ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ വരുമ്പം ആൾക്ക് ആദ്യം വേണ്ടതെന്ന് പറയുകയാണെങ്കിൽ ഒരു ട്രേഡിംഗ് മൈൻഡ് സെറ്റാണ് വേണ്ടത്. അത് ആദ്യം ഉണ്ടാക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു എംപ്ലോയി മൈൻഡ് സെറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വന്നിട്ട് അത് വർക്കൗട്ട് ആവില്ല. ട്രേഡ് ചെയ്യാൻ വരുമ്പം ഒരു ബിസിനസ് മൈൻഡ് സെറ്റ് വേണം, ഒരു ബില്യണർ മൈൻഡ് സെറ്റ് വേണം. ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രേഡ് ചെയ്യാൻ കഴിയും. അല്ല, അപ്പോൾ ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞ സംഭവം. ഇമോഷണൽ കൺട്രോൾ നമുക്ക് മെയിൻലി ഒരു ബാലൻസ് കൊണ്ടുപോകാൻ പറ്റിയാലേ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ട മെഡിറ്റേഷൻസ് സംഭവങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഒരു ബാക്കിൽ വരുന്ന സംഭവം. പിന്നെ ആ ഒരു മെഡിറ്റേഷൻ സംഭവങ്ങളും ഇതിൻ്റെ കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റിയിരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ചാർട്ട് തന്നെ നമുക്ക് മൈൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മതി. IG ട്രേഡ് എക്സലൻസിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഗ്മെൻറ്റിൽ കാണും വരേക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ.